ഈ മിസ്റിലെ നമ്മുടെ നഫീസ ബീബി റളിയല്ലാഹു അൻഹയുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തൊരു നാട്ടുരീതിയുണ്ട്. ഇവിടങ്ങളിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അകലെയുള്ള ആളാകട്ടെ അടുത്തുള്ള ആളാകട്ടെ അവരുടെ മയ്യത്ത് നഫീസ ബീബി റളിയല്ലാഹു അൻഹയുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന പള്ളിയിൽ കൊണ്ടുവച്ച് മയ്യത്ത് നമസ്കരിച്ചതിന് ശേഷമാണ് ആ മയ്യത്ത് മറമാടാറുള്ളത്. ചരിത്രത്തിലേക്കൊന്ന് പോയാൽ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ മഹദി ജീവിച്ചിരിപ്പുണ്ട്. മഹദിയുടെ സന്നിധിയിൽ കൊണ്ടുവച്ച് മയ്യത്ത് നമസ്കരിച്ചതിന് ശേഷമാണ് ഇമാം ഷാഫി തങ്ങളുടെ ജനാസ ഖബറടക്കിയത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിപ്പോൾ ഈജിപ്തിലാണ് ഉള്ളത്. മലയാളികളായ കുട്ടികളവർ എവിടെ പഠിക്കുന്നത്? ഞാൻ കൈറോ യൂണിവേഴ്സിറ്റി. കൈറോ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികളാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് മഹദിയായ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ സന്നിധിയിലാണുള്ളത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അവരൊക്കെ മുങ്ങി ആസ്വദിച്ച മഅരിഫത്തിന്റെ തേനാറിൽ നമുക്ക് മുങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരം ലോകത്തുള്ള ഒരുപാട് വിശ്വാസികളായ ആളുകൾക്ക് ഈമാന്റെ മധുനുകരാൻ ഹേതുവായ ഇത്തരത്തിലുള്ള മഹത് വ്യക്തിത്വങ്ങളുടെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ, അവരുടെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ നടന്നു നീങ്ങിയ വഴിയിലൂടെ നടക്കാനും അവർക്ക് അള്ളാഹു നൽകിയ ഔദാര്യങ്ങൾ നമുക്ക് ലഭ്യമാകാനും ഈമാന്റെ തിളക്കവും വെളിച്ചവും നൽകുന്നതോടൊപ്പം അവർ ആസ്വദിച്ച മഅരിഫത്തിന്റെ തേനാറുണ്ടല്ലോ, അത് ആസ്വദിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ എന്ന നിഷ്കളങ്കമായ ഹൃദയത്തോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ്. റാഹത്തിൽ നിങ്ങൾക്ക്